അത് ശരി തന്നെയാ. ഇപ്പൊ എന്തൊക്കെയാണ് ഈ ടിവിയിൽ നടക്കണത്? എന്താ ചന്ദനമഴ, പിന്നെന്താ പരസ്പരം, കറുത്തമുത്ത, വെളുത്തമുത്ത, അങ്ങനെ കുറേയൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് ചായയും ചോറൊക്കെ കൊടുക്കാൻ എനിക്ക് നേരില്ലാന്ന് കേട്ടല്ലോ ഇപ്പൊ. പിന്നെ ഭർത്താവ് അതെ, അതൊന്നും നിങ്ങൾ പറയണ്ട. എനിക്ക് എപ്പോഴും ഒന്ന് മുറുക്കണം. മുറുക്കുമ്പോ അവൾ തുപ്പണ്ടേ? അതിന് എന്റെ മരോള് കണ്ടുപിടിച്ച സൂത്രം. ഇതില് തുപ്പിയാ മതി എന്നാ അവള് പറയണേ. പിന്നെ ഈ തുപ്പല നിലത്ത് വീണ് കഴിഞ്ഞാലേ നിലത്ത് വീഴരുതെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തോ ഗ്രാനൈഡ് ഇതൊക്കെ ഇട്ടിട്ടത്രേ. മാതാവി, അത് ഗ്രാനൈഡ് അല്ല, ഗ്രാനൈറ്റ്. ഓ, ആ കുന്തം തന്നെ. പിന്നെ ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഈ സാധനം എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ കുട്ടി ഇങ്ങനെ മുറുക്കി കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയില്ല. പിന്നെ അവള് കണ്ടുപിടിച്ച സൂത്രമാണ് ഇത്. പിന്നെന്താ, അവള് നല്ല മോളടി, നല്ല കുട്ടികള്. നീ കണ്ടിട്ടുണ്ടോ അവളെ? അവള് നല്ല കുട്ടിയാ. അവള് എന്താ അറിയോ, ഈ പാത്രം ഞാൻ കുപ്പി പാത്രമാണല്ല, ഞാൻ തന്നെ കഴുകി വെക്കണം എന്നാണ് അവളുടെ കൽപ്പന. നല്ല സ്നേഹമുള്ള കുട്ടിയേട്ടാ. എന്താണ് നീ കൊടുക്കണ? അല്ല, അത് ശരി. അപ്പൊ നീ പൈസ വാങ്ങാൻ വന്നാണല്ലേ? അത് നിന്റെ സൂചിപ്പിച്ചില്ല കണ്ട അറിഞ്ഞൂടെ മോളെ? നല്ല നിനക്ക് എത്ര കാശ വേണ്ടത്? തരോ? നോക്കട്ടെ. ഒരു 4500 രൂപ. 500 രൂപ ഞാൻ പലിശ എടുത്തിട്ടുണ്ട്. ഇപ്പോഴാ 500 രൂപ പലിശ എടുത്തു. ബാക്കി ഇനി അടുത്ത മാസം കറക്റ്റ് ടൈമിന് എനിക്ക് തിരിച്ചു തരണം. ഞാൻ അടുത്ത മാസം തന്നെ തിരിച്ചു തരണോട്ടോ. കറക്റ്റ് ടൈമിന് തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ എനിക്ക്. എനിക്ക് കുറച്ച് പണിയുണ്ട്. കള്ളപ്രാഞ്ചി പലിശ തരാണ്ട് കിടന്ന് നടക്ക. അവ വിചാരിക്കുന്നെന്താ എന്നെ പറ്റിച്ച് നടക്കാന്ന്. അവന്റെ അപ്പന്റെ കാശ്, അപ്പനായിട്ട് കാശ് പോലെ എന്റെ കയ്യിലിരിപ്പുണ്ട്. അത് അവനെനിക്ക് അറിയോ? ഗ്രാനൈറ്റ് കണ്ടില്ലേ? അവിടെ പോയില്ലേ? നീ പറയാമേ ഈ വെള്ളം അവിടെ പോയി എടുക്കാം. അറിയാമേ എന്താ എന്നെ വിളിച്ചോ? എന്തിനാ എന്നെ വിളിക്കേ? എന്റെ തിരുവോന്ത കാണാനായിട്ട്. കന്യാകുമാരിയിൽ രൂപയില്ല എനിക്ക്. അത് ശരി. അപ്പൊ എന്നെ ഉടക്കുണ്ടാക്കണ്ടെങ്കിലെ പരിപാടിയില്ലേ? അല്ലതേടി, എന്താ നിനക്ക് കുഴപ്പം? എന്റെ മൂക്കിൽ നീ വരൽ വെച്ചോ? ഓ, മൂക്കിൽ കെട്ടാൻ പറ്റിയൊരു സാധനം. വേഗം പറയേ, എന്തിനാ എന്നെ വിളിച്ചേ? എന്റെ പെൻസിൽ ഉണ്ടായിരുന്നു. ആ പെൻസിൽ പോയിട്ട് നോക്കിയടി. ഇവിടെ ഒന്നും കാണാനില്ല. ഒന്നുകൂടെ നോക്കുന്നേ, അവിടെ ഒന്നും ഉണ്ടാവും. എന്താ പെൻസിലിനൊക്കെ ഒരു വില അല്ലേ? അയ്യോ, ഈ ആട്ടിൻകാട്ട പോലത്തെ പെൻസിൽ പോയി വിളിച്ചത്. ആട്ടിൻകാട്ട ഇതുകൊണ്ട്
നാട്ടുകാര് പിഷ്കനിനാശു പിഷ്കനിനാശു എന്ന് പറയണം. വിളിച്ചോട്ടെ, നിനക്ക് എന്താ ചേട്ടാ? അല്ല, നീ എന്തെങ്കിലും ഒരുങ്ങിട്ടൊക്കെ വന്നിരിക്കണ എവിടെ പോവാ? അതെ, ഇന്ന് ഞങ്ങളുടെ ക്ലബിലെ ഓണാഘോഷ പരിപാടി ഉണ്ട്. അതിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അപ്പ എന്റെ മേക്കപ്പ്? പിന്നെ ഗംഭീരായിട്ടുണ്ട് കേട്ടാ. ഉഗ്രൻ പട്ടി നക്കിയ ചട്ടി പോലെ. അതെ, കെട്ടിയുടെ അപ്പഴാ നോക്കില്ലേട്ടാ. അല്ല, കുറുക്ക് പറയുന്ന പോലത്തെ ഇത്ര ധൈര്യം ഉണ്ട്. എന്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ. എന്താ അവളുടെ അപ്പന് പറഞ്ഞപ്പോ അവൾക്കങ്ങടെ ഇലക്കി. അവളുടെ അപ്പനുണ്ടല്ല, നിന്റെ അപ്പനെ നാട്ടുകാരുടെ കോഴിനൊക്കെ കക്കണ പരിപാടി ഇപ്പോഴും നിനക്ക്. ആ കക്കാൻ പോകുമ്പോഴേ ഒരു കുറുക്കന്റെ റോളിട്ടിട്ടാ പോകുന്നേ. എന്താണ് കാര്യമുള്ളതെന്ന് അറിയോ? അവളുടെ അപ്പന്റെ മുന്നില് സാക്ഷാം കുറുക്ക പോലും തോറ്റു പോകും. ഈ പറയണ ആളുടെ സ്വഭാവം നിങ്ങൾക്കറിയോ? ഓളക്കടവിൽ എത്തിച്ചു നോക്കിയതിന് നാട്ടുകാരൊക്കെ കൂടി പുറത്തെ പള്ളി കണ്ടത് മറന്നോ? അത് പിന്നെ ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റില്ല ആ സമയത്ത്. ആ അല്ലെങ്കിലും നിന്നെക്കാളൊക്കെ വേണ്ട. എന്താ എനിക്ക് കുഴപ്പം? എന്താണ്? എന്റെ ചെറുക്കന് കാലും കലാശം ഒക്കെ കാണിച്ചിട്ട് ഇവിടെ എന്റെ വീട്ടിൽ വന്ന് കേറി. കാശ് സ്ത്രീധനല്ലേ ഈ ചമ്പക്കര തറവാട്ടിൽ വന്നത് നീ? അതെ അതെ, ചമ്പക്കര തറവാട്ടിന്റെ മഹത്വം എനിക്ക് കേൾക്കണ്ട. മൂത്ത മോള് ഒരു മുസ്ലിം ചെറുക്കന്റെ കൂടെ ചാടിപ്പോയില്ലേ? അതെ, ചാടി പോയതൊന്നല്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നെ എന്റെ കുട്ടി പാവായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും. അവൻ ചോദിച്ചു അവളോട്, നീ വരുന്നുണ്ടോടിന്ന്. അപ്പൊ അവൾ അനുസരിക്കുന്ന കുട്ടിയല്ലേ, പാവില്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവളുടെ കൂടെ പോയി. അവളുടെ കൂടെ അതിനിപ്പോ എന്താ കുഴപ്പം? അയ്യോ, ഇങ്ങനത്തെ അപ്പനെ കിട്ടാനും മക്കള് സുഹൃതം ചെയ്യണം. മോള് ചുളിവിലന്ന് പോയില്ലേ? സ്ത്രീധനൊന്നും കൊടുക്കേണ്ടി വന്നില്ലല്ലോ. ശിക്ഷിക്കണ്ടെന്താ? എന്റെ കർത്താവേ, എന്റെ കെട്ടോളുണ്ടായിരുന്നു ഇതുവരെ കേൾക്കണം. ഓ അന്നമ്മ എനിക്ക് എത്ര ഭാഗ്യവതിയാ. അയ്യോ, പറയണ കേട്ടാലേ എന്തോ ഒരു സ്നേഹം. മര്യാദക്ക് കാശ് കൊടുത്ത് ചികിത്സിക്കാനല്ലേ ആ തളകത്തത്. എന്നിട്ട് ഇപ്പൊ കിടന്ന് പോങ്ങ തന്ത. എടി, കാശ് പോയാ പോയി. ആയുസ് അതുപോലെയാണോ? കർത്താവ് തരുന്നതല്ലേ. അതെ, മുതൽ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോ? ഒരു ദിവസം കള്ളന്മാര് വന്നാത്ത മുഴുവൻ അടിച്ചു പോയി. എന്തിനാ കള്ളന്മാര്? നീ ഒരുത്തി പോലെ ഇതൊക്കെ കുടിപ്പിക്കാനായിട്ട്. ഓ അവൾക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാണ്ട് തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങില്ല. നന്നായോ? മുറുക്കാൻ മാത്രം തിന്നോണ്ടേ വയറ് നിറയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അല്ല, ഇതെന്തുണ്ടേ കാണേ? ഇതെന്താ ഇവിടെ തുപ്പിട്ടിരിക്കുന്നത്? 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ തുപ്പിടേണ്ടെന്ന്. ആ തുപ്പി തന്നെയാ, നീ അങ്ങോട്ട് തുറച്ചോ. അപ്പൊ ഇത് ഒരു നടക്കി പോവില്ല അല്ലേ? എന്നെ കെട്ടിയോനെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ആ എന്റെ മോനായതിനു ശേഷല്ലേ നിന്റെ കെട്ടിയോനായത്. നിന്റെ ഭാര്യയോട് എന്നെ ചോദിച്ചു, അവളോട് തുള്ളല്ലേ? എന്താ നീ പറയുന്നത് പ്രശ്നം? നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും കൂടി ഒന്നിച്ചു പോകുന്ന പ്രശ്നമില്ല. കേക്കടാ നിന്റെ ഭാര്യയുടെ കേക്ക്. നിന്റെ അമ്മ മരിച്ചിട്ട്, അതെ നിന്റെ അമ്മ മരിച്ചിട്ട് നിന്നെ ഞാന് ഈ കയ്യിലിട്ട് വളർത്തിനൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാ? എന്നാലും അത് നിന്നെ വളർത്തിയില്ലേ നന്നായിട്ട്? ആദ്യം നിങ്ങളുടെ അപ്പന്റെ വായാണ്. എത്ര നല്ല ആലോചന എനിക്ക് വന്നതായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് ഞാൻ നിന്നെ ആലോചിച്ച് വളർത്തി. അതൊക്കെ മറന്നുപോയി ഇപ്പൊ നീ. ഓ, അമിതാഭ് ബച്ചനാന്നാ വിചാരം തന്തേടാ? അമിതാഭ് ബച്ചനാ? ആ അല്ലെങ്കിൽ ഞാനതൊക്കെ നന്നായിട്ടൊക്കെ ഒരുങ്ങിയാലേ മമ്മൂട്ടിയല്ലേ മമ്മൂട്ടിക്ക് മാറി കൂടി. മമ്മൂട്ടിയല്ല, മമ്മൂക്കോയെ മാറി.
ഈ നിന്റെ ഭാര്യയുടെ ജോലിയുടെ വർത്താനം കിട്ടാൻ പറഞ്ഞത് ഞാൻ പോകും അമ്മ തീറ്റുള്ളത് വരെ നോക്കും. നീ എന്താണ് പേടിപ്പിച്ച് നോക്കണത്? കൊമ്പമരയതിന്റെ മോൾക്ക് അതെ കൊമ്പമരയുടെ മോളാ ഞാൻ. എന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതേ കളിച്ചാണ്ടല്ലോ കേട്ടിട്ട് തട്ടി കഴിഞ്ഞേ. അതൊന്ന് കാണട്ടെ. ഈ കുറുക്കമരന്റെ മോൾക്ക് ഇത്ര ധൈര്യണ്ട? കാണാനൊന്നുമില്ല. തട്ടിയിരുന്നു തട്ടിട്ടു. ഞാനേ നിങ്ങൾ കുറെ നേരമായില്ലേ കഷ്ടപ്പെട്ടിട്ട് വർത്തമാനൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചിരിക്കല്ലേ? ഒരു പ്രശ്നമല്ലേ? എനിക്ക് വേണ്ട. എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നില്ല. നീ പറഞ്ഞാൽ എടുക്കാൻ. മറിയാമേ നീല പ്രശ്നം ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ അനുസരിക്കാം. അപ്പൊ എനിക്ക് വിടാൻ പറ്റുന്നില്ലേ? നീ പറയാമേ നിനക്കൊന്നും വിടാൻ പറ്റുന്നില്ലേ? അതെ ഞാനിതൊരു സൂത്രം ചെയ്തിട്ടുണ്ട് പറയാമേ. ഞാൻ നിങ്ങൾക്ക് നല്ലവരുണ്ടല്ലോ കുറച്ച് പേര് പോലെ ഇട്ടിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാല് ഞാനൊന്നുമില്ല. കുറച്ചു നേരം ഉണ്ടായിരിക്കുമല്ലോ. അത് വിചാരിച്ചു സൂത്രം. ശരി നിങ്ങൾ രണ്ടുപേരും കാര്യം ചെയ്യും. അകത്ത് പോയി വിശ്രമിക്കും. അതെ ശരി രണ്ടുപേരും അകത്ത് പോയി വിശ്രമിക്കും. ഇതുണ്ടല്ലോ ഈ പേരുകള് ഇത് കുറച്ച് വീട്ടിൽ വാങ്ങിച്ചു വെക്കുക. എന്നിട്ടുണ്ടല്ലോ കുടുംബത്തിന് സമ്മാനം കിട്ടാൻ വേണ്ടി ഇത് കേക്കിലോ വല്ല അലുവയിലോ ഏതിലേലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുടുംബത്തിന് സമാധാനം വേണമെങ്കിൽ സമാധാനം നിങ്ങളോട് കൂടെ.